ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന തട്ടിപ്പ് രാജാവ്, മാംഗോ ഫോൺ തട്ടിപ്പ്, പിന്നെ ട്രക്ക് ഇടപാടിലൂടെ തട്ടിപ്പ്, ബാങ്കുകാരെ വഞ്ചിച്ചുള്ള തട്ടിപ്പ്, മുട്ടിൽ മരമുറി തട്ടിപ്പ്, ഇങ്ങനെ സകലമാന തട്ടിപ്പുകളുടെയും ഉസ്താദായ റിപ്പോർട്ടർ TV മുതലാളി നമ്മുടെ കാരണഭൂതത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. കാരണം എന്താണ്? കാരണഭൂതം എന്ത് തെണ്ടിത്തരം തെമ്മടുത്ത് ചെയ്താലും ഇതിനൊക്കെ ഇങ്ങനെ വെളുപ്പിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ പരിപാടി. മൂപ്പരുടെ കുറച്ച് ചിങ്കിടികളും. അതുകൊണ്ട് മൂപ്പരുടെ പേരിലുള്ള യഥാർത്ഥത്തിൽ എത്രയാണ് 23 കോടി GST അടയ്ക്കേണ്ടതായിരുന്നു. ഇയാൾ വിദേശത്തേക്ക് പൈസ അയച്ചതിന്റെ പേരിൽ 23 കോടി GST പിരിക്കേണ്ടതായിരുന്നു. ആ ഒരു എന്താ പറയുക, GST ഓഫീസിൽ നിന്ന് 5 തവണ ലെറ്റർ പോയി ഈ പൈസ അടയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഇയാൾ അടച്ചില്ല. ഇയാൾക്കെതിരെ ഒരു നടപടിയില്ല. അവസാനം ഇതാ അന്വേഷിക്കുന്നു. ഇതിലെ ഏറ്റവും വലിയ രസം, കേസ് കടുപ്പിക്കാതിരിക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദം. ഈ പുതിയ ടീമിനെ പോലും എന്താ പറയുക, സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഈ പറയുന്ന, നിങ്ങൾ ആലോചിച്ച് നോക്കണം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു ചർച്ചയിൽ ആരെ പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. അതായത് സ്വന്തം മകൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലായിട്ട്, മോൾക്ക് ഫീസ് കൊടുക്കാൻ പൈസ ഇല്ലാഞ്ഞിട്ട് ഒരച്ഛൻ അടുത്ത ഏതൊരു വീട്ടിലെ 2 ചാക്ക് അടക്ക അവരുടെ പുറത്തെങ്ങാനും വെച്ച 2 ചാക്ക് അടക്ക മോഷ്ടിച്ചു എന്ന് നമുക്ക് പറയാം. അയാൾ അതെടുത്ത് വിറ്റ് മോളെ ഒന്ന് ആലോചിക്കണം. മോക്ക് ഫീസ് കൊടുക്കാൻ പറ്റാത്ത ഒരു അച്ഛൻ്റെ അവസ്ഥ. ഇയാൾ മോഷ്ടമായി പോവുകയാണ്. എന്താ മോഷ്ടിച്ചത്? 2 ചാക്ക് അടക്ക. ഈ 2 ചാക്ക് അടക്ക മോഷ്ടിച്ച ആള് ജയിലിൽ കിടക്കുകയാണ്. ആ കുടുംബമാകെ വൻ മാനസിക സമ്മർദ്ദത്തിലാണ്. മോഷ്ടാവായ അച്ഛൻ. ആ മോളുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് കേട്ടെ. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ ദുരിതം പേറുന്ന ജനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. ചെയ്തു പോവുകയാണ് ഒരു നിവൃത്തിയില്ലാതെ. ഇയാൾ ആരും പോയി കൊന്നിട്ടോ ഒന്നും കഴുത്ത് പിടിച്ച് ഞെക്കിട്ടോ ഒന്നുമില്ല. ഒരു 2 ചാക്ക് അടക്ക. ഞാനത് ചെയ്തത് ശരിയാണെന്നല്ല പറയുന്നത്, ഗതികേട് കൊണ്ട് ചെയ്തു പോവുകയാണ്. അയാള് ജയിലിൽ കിടക്കുന്നു. ഇവിടെ കോടികളുടെ ട്രക്ക് തട്ടിപ്പ്, കോടികളുടെ ബാങ്ക് തട്ടിപ്പ്, കോടികളുടെ മാംഗോ ഫോൺ തട്ടിപ്പ്, കോടികളുടെ മുട്ടിൽ മരമുറി, ഇതൊക്കെ ചെയ്ത ആള് ഇയാൾ ജയിലിലൊന്നും പോണ്ട. ഇയാളെ പിടിച്ച് കൊണ്ടുവരികയാണ്. ഇയാളെ ആനയിച്ചു കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മെസ്സിനെ കൊണ്ടുവരാനുള്ള എല്ലാ സംഭവവും നിങ്ങൾ ചെയ്തോളി, അതിന്റെ ലാഭം മുഴുവൻ നിങ്ങൾ എടുത്തോളി. ഒന്ന് ആലോചിച്ചുകൂടെ നമ്മുടെയൊക്കെ നാട്ടിൽ സ്ഥിതി. എന്നിട്ട് ഇതിന്റെ ഇടയിൽ ഇയാൾ പറഞ്ഞ പൈസയൊന്നും ഈ അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് കൊടുത്തില്ല, സമയത്തിനൊന്നും കൊടുത്തില്ല. അപ്പോഴാണ് അർജന്റീന അസോസിയേഷൻ ഇയാൾക്കെതിരെ നടപടി എടുക്കാൻ തുടങ്ങിയത്. ആർക്ക്? ഈ പറയുന്ന ആൻഡപ്പനെതിരെ. അപ്പോഴത്തേക്ക് നമ്മുടെ കഴിഞ്ഞ മന്ത്രിസഭയിലെ സ്പോർട്സ് വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് എന്ന് പറഞ്ഞ IAS ഉദ്യോഗസ്ഥൻ കത്തെഴുതുകയാണ് അർജന്റീനയിലെ ഇന്ത്യൻ അംബാസിഡർക്ക്. നിങ്ങളൊന്ന് പോയി കണ്ട് ഈ മറ്റേ ഫിഫ അല്ല, അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ അധികൃതരോട് സംസാരിക്കണം. നമ്മളെ ആൻഡപ്പ മുതലാളിക്ക് സമയത്തിന് പൈസ അടയ്ക്കാൻ പറ്റില്ല. എന്നിട്ട് ആ സ്ഥാനപതി അവിടെ നിന്ന് ഈ പറയുന്ന അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ നേതാവ്, അയാൾ ഏതൊരു ലോറി ബ്രോക്കറോ എന്തോന്നാണ്, അയാൾ എടുത്തു പോയി കണ്ട് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. ഇന്ത്യയുടെ അഭിമാനമായ സ്ഥാനപതിയെ പറഞ്ഞയക്കുകയാണ് ഈ കാട്ടുകള്ളന് വേണ്ടിയിട്ട്. എന്തൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ മന്ത്രിസഭയിൽ കണ്ടതല്ലേ. ഏതായാലും ആൻഡപ്പനെ പിടിക്കും. ആൻഡപ്പനെ പിടിച്ചാൽ അതോടുകൂടി റിപ്പോർട്ടർ TV സ്വാഹ. ബും അല്ലെ, അങ്ങനെയാണ് മനോരമയുടെ പ്രയോഗം. 126 കോടി ബും ആയ പോലെ MP ബഷീർ, അതായത് നേരത്തെ റിപ്പോർട്ടർ TVയിൽ കുറച്ചു കാലം ഉണ്ടായിരുന്ന ഈ ആൻഡപ്പന്മാരുടെ എല്ലാവിധ കള്ളക്കച്ചവടങ്ങളും പിടിച്ച് ഇത് വളരെ ധീരതയോടെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞ MP ബഷീറിന്റെ നിരവധിയായ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കാണാം. അതിൽ MP ബഷീർ പറയുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കേട്ട കണ്ണ് തള്ളിപ്പോയി. ഇയാളുടെ തട്ടിപ്പുകൾ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 126 കോടി എവിടെ? ഇതിന്റെ സ്രോതസ് എവിടെ നിന്ന് ഇയാൾക്ക് 126 കോടി കിട്ടി? അതാണല്ലോ ഏറ്റവും പ്രധാനം. ഇയാൾ ഈ മുട്ടിൻ മരമുറി കേസുമായി ബന്ധപ്പെട്ടിട്ട് കോടതിയിൽ പോയി പറഞ്ഞത് ഇയാൾ പാപ്പരാണെന്നാണ്. ഇയാൾക്ക് പാപ്പരാണ്, 10 പൈസന്റെ കയ്യിലില്ല എന്ന് കോടതിയിൽ പോയി സാക്ഷ്യം പറഞ്ഞ ആളാണ്. എന്നിട്ടാണ് 3-4 മാസത്തിനകം ഇയാൾ 126 കോടി അങ്ങോട്ടേക്ക് അയക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 70 കോടിക്ക് സ്റ്റേഡിയം, അവിടെ കുറച്ച് പുല്ല് വെച്ച് പിടിപ്പിച്ച് കസാരക്ക് പെയിന്റ് അടിച്ച് എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. ആകെ അത്ഭുതമായി കിടക്കുകയാണ് ആ സ്റ്റേഡിയം. ആ സ്റ്റേഡിയത്തിൽ ഇയാൾ 70 കോടി ചെലവാക്കി എന്ന് പറയുന്നു. എന്നിട്ട് ഇയാൾ പറയുന്നു പൈസ പോട്ടെ, എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറയുന്നു.
എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കള്ളപ്പണമാണെന്നുള്ളത് ഉറപ്പല്ലേ? ഇയാളുടെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്, കള്ളപ്പണം. വിവിധ ആളുകളിൽ നിന്ന് കള്ളപ്പണം വാങ്ങുക, കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുക. ആ കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 126 കോടിയുടെ ഇടപാട്. മെസ്സി അല്ലെങ്കിൽ റിപ്പോർട്ടർ ടിവിയിലെ മലയാളിക്ക് ഉറക്കം വരില്ലല്ലോ കേരളത്തിലെ മെസ്സിനെ കൊണ്ടൊന്ന് കളിപ്പിച്ചില്ലെങ്കിൽ. അപ്പോൾ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 2 കാര്യങ്ങളായിരുന്നു ഇയാളുടെ മുന്നിൽ ഉണ്ടായിരുന്നു. ഒന്ന് കള്ളപ്പണം വെളുപ്പിക്കുക, എന്നിട്ട് മെസ്സിയെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് 1000 കോടികൾ അല്ലേ, ഒരു 126 അല്ലെങ്കിൽ 200, ഇതിന്റെ മൊത്തം ചെലവ് എന്ന് പറഞ്ഞത് 240 250 കോടിയാണ് വകയിരുത്തിയത്. 240 കോടി ആക്കിയിട്ട് ഏതാണ്ട് ഒരു 2400 കോടിയുടെ ലാഭം ഉണ്ടാക്കാനുള്ള പദ്ധതികളൊക്കെ ഇയാൾ ആസൂത്രണം ചെയ്തിരുന്നു. ഒക്കെ പൊട്ടിപ്പോയി. കാരണം ചില ഈ മാംഗോഫോൺ തട്ടിപ്പ് പോലും ഈ മറ്റേ ആദിവാസികളെ കബളിപ്പിച്ചിട്ട് മരം മുറിച്ച് കടത്തുന്ന പോലെ അത്ര എളുപ്പമല്ലല്ലോ മെസ്സിനെ പിടിച്ചു കൊണ്ടുവരുന്നത്. അതിൽ അയാൾ കുടുങ്ങി. ഏതായാലും അടുത്ത ദിവസങ്ങൾക്ക് നമുക്ക് പ്രതീക്ഷിക്കാം വി ഡി സതീശൻ അൻ്റപ്പനെ പിടിക്കാതെ. കാരണം എത്ര കാലം എന്ന് വെച്ചിട്ടാണ് ഇവരിങ്ങനെ കട്ടുമുടിക്കുക അല്ലേ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മലയാള മനോരമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ. മറ്റു പത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് വാർത്തകൾ കൊടുത്തതെന്ന് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.